കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ റെലവൻസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് പ്രൊഡക്റ്റിൻ്റെ GST റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്, അതിലേക്കുള്ള ഒരു കണക്ടിവിറ്റിയാണ് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, എന്താണ് കോമ്പോസിറ്റ്, എന്താണ് മിക്സഡ്, ഇത് രണ്ടിലും പെടാത്തൊരു കാറ്റഗറി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രണ്ടിൽ കൂടുതൽ പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് നേച്ചുറലി ബണ്ടിൽഡ് ആകാം, ഒന്ന് നേച്ചുറലി ബണ്ടിൽഡ് അല്ലാതിരിക്കാം. എന്താണ് നാച്ചുറലി ബണ്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിൽക്കേണ്ട ഒരു വസ്തുവാണ് നേച്ചുറലി ബണ്ടിൽഡ്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂവിൻ്റെ കൂടെ ലേസ് കൊടുക്കുക, ലാപ്ടോപ്പിൻ്റെ കൂടെ അതിൻ്റെ ചാർജർ കൊടുക്കുക, മൊബൈലിൻ്റെ കൂടെ ചാർജർ കൊടുക്കുക, അതുപോലെ കാറിൻ്റെ കൂടെ ടയർ കൊടുക്കുക. ഇതൊക്കെ എന്താണ് ഒരു കാര്യത്തിന് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ജനറലി ഒരു ബിസിനസ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കലാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് നേച്ചുറലി ബണ്ടിൽഡ് എന്ന് വിളിക്കാം. ഇനി അങ്ങനെ അല്ലാത്ത ഒരു ബന്ധമില്ലാത്ത പ്രോഡക്റ്റ്, ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ കൂടെ ഫുട്ബോൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നേച്ചുറലി ബണ്ടിൽഡ് അല്ല. ഓക്കെ, അങ്ങനെ നേച്ചുറലി ബണ്ടിൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് എന്തായിരിക്കും, പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പാണ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഫർണിച്ചറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ സർവീസും കൊടുക്കും. അപ്പോൾ ഫർണിച്ചറും ട്രാൻസ്പോർട്ടേഷനും എന്നുള്ള എന്താണ് നാച്ചുറലി ബണ്ടിലാണ്. അതിൽ ഫർണിച്ചറാണ് മെയിൻ സപ്ലൈ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. ഓക്കെ, ഇങ്ങനെ നാച്ചുറലി ബണ്ടിലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ തന്നെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ സിംഗിൾ പ്രൈസിന് ബില്ല് കൊടുക്കാം, അതുപോലെ സെപ്പറേറ്റ് പ്രൈസ് ആയിട്ടും ചാർജ് ചെയ്യാം. ഓക്കെ, എന്താണ് സിംഗിൾ പ്രൈസ് അതുപോലെ സെപ്പറേറ്റ് പ്രൈസ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചറും അതുപോലെ ഫ്രൈറ്റും കൂടെ സർവീസ് ചെയ്യും. ഫ്രൈറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അപ്പോൾ ഫ്രൈറ്റിൻ്റെ GST റേറ്റ് 18 ഫർണിച്ചറിൻ്റെ GST റേറ്റ് 5 അസ്യൂം ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ സിംഗിൾ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫ്രൈറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ഒരു 5,000 രൂപയും ഫർണിച്ചറിന് ഒരു 50,000 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 50,000 രൂപയ്ക്കല്ലേ ഞാനിത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറോട് എന്ത് പറയുള്ളൂ, 50,000 രൂപയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന ഫർണിച്ചർ എത്തിച്ച് തരും. അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ 50,000 പ്ലസ് GST ആണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സിംഗിൾ പ്രൈസാണ്. ആ സിംഗിൾ പ്രൈസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, പ്രിൻസിപ്പൽ GST റേറ്റ് ആയിരിക്കും. ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ, ഫർണിച്ചർ അല്ലേ, ഫർണിച്ചർ 5% അല്ലേ, അപ്പോൾ 50,000 പ്ലസ് 5% GST കളക്ട് ചെയ്യേണ്ടത്. ഇനി സിംഗിൾ പ്രൈസ് അല്ല, പ്രൈസ് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രൈറ്റിന് 5,000 അതുപോലെ ഫർണിച്ചറിന് 50,000 അങ്ങനെ സെപ്പറേറ്റ്ലി ബില്ലിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ബില്ലിൽ നമ്മൾ കാണിച്ചു ഫ്രൈറ്റ് 5,000 അതുപോലെ ഫർണിച്ചർ എത്ര, 50,000, അപ്പോൾ ടോട്ടൽ 55,000. അങ്ങനെ പ്രൈസ് സെപ്പറേറ്റ്ലി കാണിച്ചാലും ഒറ്റ സിംഗിൾ ബില്ലായി കൊടുക്കുകയെന്നുണ്ടെങ്കിലും നാച്ചുറലി ബണ്ടിൽഡ് ആണോ അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്, പ്രിൻസിപ്പൽ GST റേറ്റ് ആണോ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നാച്ചുറലി ബണ്ടിൽഡ് അല്ലെങ്കിലോ അവിടെ സിംഗിൾ പ്രൈസിനും കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ സെപ്പറേറ്റ് പ്രൈസിനും കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ സിംഗിൾ പ്രൈസിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അത് മിക്സഡ് സപ്ലൈ ആണ്. മിക്സഡ് സപ്ലൈ ആകുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്നുള്ളൊരു കേസ് അവിടെ ഇല്ല. മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുട്ബോളും ലാപ്ടോപ്പും കൊടുക്കുക, അതുപോലെ ബോർഡും ഒരു കസേരയും കൊടുക്കുക. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത രണ്ട് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയാം. ഗിഫ്റ്റ് ബോക്സിനകത്തൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് അത് മിക്സഡ് സപ്ലൈ ആണ്. മിക്സഡ് സപ്ലൈ ആകുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് GST റേറ്റ് ഏതിനാണ് അപ്ലിക്കബിൾ ആകുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ GST ആയിരിക്കും എൻ്റെ എമൗണ്ടിന് അപ്ലിക്കബിൾ ആവുക. കാരണം സിംഗിൾ പ്രൈസിലാണല്ലോ കൊടുക്കുന്നത്. ഇനി സിംഗിൾ പ്രൈസ് അല്ല, സെപ്പറേറ്റ് പ്രൈസാണ്. ഇപ്പോൾ ലാപ്ടോപ്പും ഫുട്ബോളും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിന് 50,000 രൂപ, ഫുട്ബോളിന് 50,000 രൂപ, അങ്ങനെ സെപ്പറേറ്റ്ലി നമ്മൾ ബില്ലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബോളിൻ്റെ GST റേറ്റ് എത്രയാണോ അത് കളക്ട് ചെയ്യുക, ലാപ്ടോപ്പിൻ്റെ GST റേറ്റ് എത്രയാണോ അത് കളക്ട് ചെയ്യുക. കാരണം അതെന്തല്ല, കോമ്പോസിറ്റും അല്ല മിക്സഡും അല്ല. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ നാച്ചുറലി ബണ്ടിൽഡ് ആകണം. അത് സിംഗിൾ പ്രൈസിനും ആകാം, സെപ്പറേറ്റ്ലി പ്രൈസിനും ആകാം. രണ്ട് രീതിയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ആണ്, പ്രിൻസിപ്പൽ GST റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. ഇനി കോമ്പോസിറ്റ് അല്ല മിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ എന്താണ്, സിംഗിൾ പ്രൈസിന് കൊടുത്താലേ അത് മിക്സഡ് ആകുള്ളൂ. മിക്സഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേറ്റ് ചുമത്തപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ GST ആയിരിക്കും എൻ്റെ എമൗണ്ടിന്, സിംഗിൾ പ്രൈസ് ആണല്ലോ, അപ്പോൾ എൻ്റെ എമൗണ്ടിന് ചാർജ് ചെയ്യുക ഈ ഹയസ്റ്റ് GST റേറ്റ് ആയിരിക്കും. ഇത് സെപ്പറേറ്റ് പ്രൈസാണ്, ഓരോന്നിൻ്റെയും പ്രൈസ് സെപ്പറേറ്റ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് മിക്സഡ് സപ്ലൈ, ദാറ്റ്സ് അനദർ കാറ്റഗറി. അതെന്തല്ല, കോമ്പോസിറ്റും അല്ല മിക്സഡും അല്ല. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. യു ക്യാൻ റെഫർ ഇറ്റ് വെൻ എവർ യു വാണ്ട്.